മരണകാരണം കുണ്ടിനെ മേപ്പിട്ടാക്കിയതെന്നാണ് റിപ്പോർട്ട്. എല്ലാ വിഷയത്തിനും A+ കിട്ടി. എടപ്പന പഞ്ചായത്തിൽ നിന്നും പുത്തുമ്പരക്കിൽ ബാബു നിങ്ങളുടെ കൂടെയുണ്ട്. ഇങ്ങനെ പറയാനിട്ട് ബാബു, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഇവിടെ നല്ല മഴയുണ്ട് സാർ. അവിടെ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? അറിയില്ല സാർ. സാറൊന്നും പൂച്ചണ്ട. അവിടെ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അല്ല, മഴയത്ത് ആലുംപായം എന്ന വസ്തു ചാടുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. കുറെ കോഴികൾ നടന്നു പോകുന്നുണ്ട്. കോഴികൾ കൊത്തുന്നുണ്ടോ? കൊത്തുന്നുണ്ട്. പശുക്കൾ കടിക്കുന്നുണ്ടോ? കടിക്കുന്നില്ല. ആ, വാസുവിന്റെയൊക്കെ തിരിച്ചു പോവാം. ഓക്കെ, താങ്ക് യു. വാക്കൗട്ടിൽ നിന്നും ചെരുപ്പ് തങ്ങി 3 മരണം. മരണകാരണം ചെരുപ്പ് തങ്ങിയതാണെന്ന് റിപ്പോർട്ട്. നമ്മുടെ കൂടെ സംസു ഉണ്ട്. സംസു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളം വന്ന് അതിൽ ചെരുപ്പ് ഒഴിച്ചു പോകുക എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പോയ ചെരുപ്പ് കിട്ടിയോ എന്നാണ് റിപ്പോർട്ട്. കിട്ടിയോ അത് സത്യത്തിൽ? അത് വ്യക്തമായിട്ടില്ല. എല്ലാവരും പറയുന്നത് കിട്ടിയെന്നാണ്. പക്ഷെ അതിന്റെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തു വിട്ടിട്ടില്ല. ചെരുപ്പിന്റെ ബാർ പൊട്ടിയതായി കാണാനുണ്ട്. കേറ്റും പടുവത്ത് ചെരുപ്പിന്റെ ബാക്കി വസ്തുക്കൾ തിരഞ്ഞെടുക്കുവാനായി SP ജോൺസൺ സാർ പോയിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെരുപ്പിന്റെ ബാക്കി കണ്ടെത്താനുള്ള നല്ല സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നുണ്ട്. നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുമുണ്ട് ആകെ. വാസുവിലേക്ക് തിരിച്ചു വരാം. അടുത്ത വാർത്ത. അവസാനിച്ചു എന്ന് കരുതിയ തല്ല് വാക്കോട്ടിൽ നിന്നും അവസാനിച്ചില്ല. തുടർന്ന് തന്നെ തല്ലാനാണ് നാട്ടുകാരുടെ പ്ലാൻ. എന്താണ് ആ തല്ലിന്റെ ഒരു കാരണം? കാരണം എന്താണെന്നറിയില്ല. എല്ലാവരും വട്ടം കൂടിയാണ് തച്ചിരുന്നത്. പരക്കം പാഞ്ഞാണ് തച്ചിരുന്നത്. എന്താണ് കാരണം, എന്താണ് ആർക്കും ഒന്നും അറിയില്ല. തച്ചവരെ ഇനി കിട്ടിയാൽ തല്ലും എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി തല്ലാനുള്ള ശ്രമം ഉണ്ടോ എന്നറിയില്ല. പലയിടത്തും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടാണ് ഇവിടുത്തെ റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 3 പോലീസ് ബസ് കല്ലെറിഞ്ഞ വാക്കോട്ടിൽ നിന്നും ഒരാളുണ്ട്. അതാരാണെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാരാണെന്ന് നാട്ടുകാർക്ക് അറിയാമോ? അറിയില്ല. അത് അവരെ കിട്ടിയാൽ കൊല്ലുമെന്നാണ് അവർ പറയുന്നത്. അവരെ കൈ കിട്ടും എന്നാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു വട്ട് തുണ്ടൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. മുൻ സർവീസ് പരിഗണമെന്ന് ആണോ? അല്ലേ? അല്ല. അടുത്ത ജീപ്പ് ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരം വീണ് വീട് തകർന്നു. കുറ്റിപ്പുറം കനത്ത മഴക്കെതിരാണ് മരം വീണ് വീഴുന്നത്. എങ്ങനെയാണ് മരം വീണത്? മരം അടർന്ന് വീടിന് മുകളിലൂടെ വീഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മരം വേരോടെ വീണത്. ഇതിന് മുകളിലൂടെ 2 പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. മരം വീണപ്പോൾ വീട് എന്തുകൊണ്ട് മാറി നിന്നില്ല? വീടിന്റെ കയ്യും കാലും ഉണ്ടായിരുന്നില്ല. മരം വീണ കാരണം വീട് ഉറങ്ങിപ്പോയതെന്നാണ് പ്രയോഗിക്കുന്നത്. അടുത്ത വാർത്ത. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എന്താണ് ഇന്നലെ നടന്നത്? ഒന്നുകൂടി വ്യക്തമാക്കാമോ? മഞ്ചേരി മുനിസിപ്പാലിറ്റി കമ്മിറ്റിയിൽ പങ്കെടുത്ത ജോർജ് മാത്യു വെടിവെച്ച് കൊന്നു. ബാബു കാർത്തികൻ ഉദ്ഘാടനം ചെയ്ത കിണർ ഇന്നലെ ഇടിഞ്ഞു വീണു. എന്താണ് ഇടിഞ്ഞു വീഴാൻ കാരണം? ശക്തമായ മഴയെ തുടർന്നാണ്. ഈ മാസം നല്ല മഴ ഉണ്ടാകുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. അവർ പറഞ്ഞത് പ്രകാരം മഴ നല്ലവണ്ണം പെയ്യുന്നുമുണ്ട്. അത് ഈ നാട്ടിൽ മഴയുടെ ശല്യം വളരെ കൂടിയിരിക്കുകയാണ്. കിണർ വീഴാനുള്ള കാരണം അതാണ്. ഓക്കെ, അതിലേക്ക് തിരിച്ചു വരാം. അടുത്ത സ്പോർട്സ് വാർത്തകൾ. സ്പോർട്സ് കാണില്ലല്ലോ. കണ്ടു. ജർമ്മനി ലോകകപ്പിൽ വമ്പന്മാരായി. ഐവറി കോസ്റ്റിനെതിരെ 4 ഗോൾ നേടിയാണ് മെസ്സി ജയിച്ചത്. ചെക്കൻ മിസ്സടിച്ച കേസിൽ പ്രതി ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തു. താങ്കളുടെ ടീം എന്താണ് കളി താങ്കൾ കണ്ടിരുന്നു? എങ്ങനെയാണ് മെസ്സി ഗോൾ അടിച്ചത്? മെസ്സി ഗോളിയെ കട്ട് ചെയ്തുകൊണ്ട് ഫോർസിലേക്ക് ഒരു വമ്പൻ ഷോട്ട് അടിച്ചുകൊണ്ടായിരുന്നു മെസ്സി ഗോൾ ഇട്ടത്. മെസ്സി ഗോൾ അടിച്ചപ്പോൾ തടയാൻ ആൺകുട്ടികൾ ഇല്ല എന്ന കാരണമാണ് ഗോൾ വീണത്. കാസിയസ് പന്ത് പിടിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വാർത്തയിൽ ചിരിച്ചുവിടാം. അടുത്ത വാർത്ത 1:30 3 മണിക്ക്.
സാമിനാമിന സാമിനാമിന സാപ്പുരവ ആനാവ സാമിനാമിന ഇംഗ്ലണ്ടിന്റെ നെഞ്ചില് ഇടിമുഴക്കം കേട്ടട മെസ്സി തൊടുത്ത ചോട്ട് കണ്ട് ഇംഗ്ലീഷ് ടീം വിറച്ചട പന്ത് മെസ്സി തൊട്ടതും കഥകൾ വിരിഞ്ഞട ലോകമാകെ ആരവം മെസ്സി ഗോളടിച്ചട മറഡോണ പട വന്നേ ഇടിമിന്നൽ പടയാണേ എത്തനക സ്വന്നതാണ് കളിക്കട്ടെ കവിട്ടുള്ള ലക്ഷങ്ങൾ കുളിച്ചു വന്നാൽ മെസ്സി കൊല്ലമാകില്ല നോക്കി നടാ നോക്ക് മെസ്സിയുടെ സൂപ്പർ ഷോട്ട് സൂപ്പർ സ്റ്റാർ മെസ്സിയാണ് സൂപ്പർ സ്റ്റാർ മെസ്സി വന്നേ വിക്കെടുത്താൽ കൊക്കു പോകും മോനെ ഗോളടിച്ചാൽ താങ്ക മാട്ടെ 4 കൊല്ലം കളിക്ക മാട്ടെ മെസ്സിയുടെ കിക്ക് ബ്രസീൽ താങ്ക മാട്ടെ നാടകട്ടെ ചക്ക 300 ചോയും നാട് വിട്ട് വന്ന കണ്ട വരിച്ച